ഞാനിന്നൊരു ഒരു വളരെ വിഷമിച്ച എനിക്ക് ഇതെങ്ങനെയാണ് നിങ്ങളത് പറയേണ്ടതെന്നറിയില്ല. വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നു. ഒന്നും വേണ്ടായിരുന്നു എന്ന് പോലും തോന്നിപ്പോകുന്നു. അങ്ങനൊരു അവസ്ഥയിലാണുള്ളത്. നല്ലത് വെച്ചിട്ടാണ് ചെയ്തത്. പക്ഷെ അത് ഒരു വേസ്റ്റായിപ്പോയോ അല്ലെങ്കിൽ ഭയങ്കര നെഗറ്റീവ് ഫീലിംഗ് കിട്ടുന്നു അതിനകത്തുനിന്ന്. അതായത് ചെയ്ത കാര്യത്തിന് ഒരു പ്രോപ്പർ എന്താ പറയുക റെസ്പോൺസ് ഇല്ലാണ്ടിരിക്കുമ്പോൾ അത്രയും സങ്കടം വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ. ഇതെങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് പറയാമെന്നറിയില്ല. എനിവേയ്സ്, കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇനിയിപ്പോൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഞാനൊരു ഗിംബൽ വാങ്ങി. ആർത്തി കൊണ്ട് വാങ്ങിയതാണ്, പൈസ ഉണ്ടായിട്ട് വാങ്ങിയതല്ല. എല്ലാവരും ഓടുമ്പോഴും ചാടുമ്പോഴൊക്കെ വീഡിയോ ഒക്കെ പ്രോപ്പറായിട്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോഴത്തേക്കും ആക്രാന്തം കൊണ്ട് വാങ്ങിയതാണ്. ഈ പണ്ടാരെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സാധനം കണ്ടല്ലോ, ഡിജിടെക്കിൻ്റെ ഐറ്റമാണ്. ചീപ്പ് സാധനമാണ്, ചെറിയ സാധനമാണ് വാങ്ങിയത്. പക്ഷേ ഇതൊന്ന് അടങ്ങി നിന്നിട്ട് വേണ്ട ഈ സാധനത്തിനകത്ത് ഞാൻ മൊബൈൽ എടുത്തിടാൻ വേണ്ടിയിട്ട്. ഓണാക്കി അപ്പത്തുള്ളാൻ തുടങ്ങും. അപ്പോൾ ഓണാക്കാൻ മാത്രം എനിക്കറിയാം, വേറെ ഒന്നും അറിയില്ല. ഞാൻ പല വീഡിയോസ് നോക്കി ഇതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുന്നില്ല. ഞാനിപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഞാൻ മൊബൈലിട്ട് കാണിച്ചു തരാം. ഈ സാധനം ഓണാക്കിയിട്ട് ഇതിനകത്ത് മൊബൈൽ വെച്ച് ഞാൻ മൊബൈൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെയാണോ ഈ ഗിംബൽ ഇങ്ങനെ വർക്കാവുക? ഞാൻ ആകെ പെട്ട് കിടക്കുകയാണ്. ഇത് വാങ്ങേണ്ടിയിരുന്നില്ല എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അല്ല, ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്. ഒന്ന് അടങ്ങുമ്പോൾ വെച്ചാൽ ഞാൻ ഒന്ന് വർത്താനം പറയട്ടെ. ഇതിതാ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ഗിംബൽ ഉപയോഗിക്കാൻ അറിയുന്ന ആരെങ്കിലും ഒരാൾ നല്ല ഇതുപോലെ വല്ല വീഡിയോ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഒന്ന് കമൻറ്റിലിടാവോ പ്ലീസ്? ഞാനിതൊന്ന് ഉപയോഗിച്ചോട്ടെ. ഈ പണ്ടാറം വാങ്ങണ്ടായിരുന്നു. ഹലോ, വെറുതെ പറഞ്ഞ കേട്ടോ. ഗിംബലിനകത്താണ് ഞാനിപ്പോൾ എൻ്റെ മൊബൈൽ കണക്ട് ചെയ്തിട്ടുള്ളത്. എത്ര മൂവ് ചെയ്ത് കഴിഞ്ഞാലും സ്റ്റഡി ആയിട്ടിരിക്കും. നല്ലൊരു അടിപൊളി സാധനമാണ്. ഒരു പ്രാവശ്യമെങ്കിലും യൂട്യൂബ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഗിംബൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു ഫണ്ണാക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ടിങ്ങിലിട്ട ആ ഒരു വീഡിയോസൊക്കെ. സോറി. ശരിയായി. ഓക്കെ, ചെറിയൊരു ടെക്നിക്കൽ എറർ അല്ല. പിന്നെ എന്താ പറയുക, മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടെടുത്ത് വെച്ചപ്പോഴത്തേക്കും എൻ്റെ കാല് കയറി മൈക്കിൻ്റെ വള്ളി കുരുങ്ങിയ വള്ളി എൻ്റെ ഗിംബലിനെ പിടിച്ച് വലിച്ച് അങ്ങനെ ഗിംബലടക്കം ചെരിഞ്ഞതാണ് നിങ്ങൾ ഈ കുറച്ച് മുന്നേ കണ്ട ആ ഒരു ദൃശ്യം. അപ്പോൾ ഗിംബലിൻ്റെ പ്രശ്നമല്ല, എൻ്റെ കാലിൻ്റെ പ്രശ്നമായിരുന്നു. കാലായിരുന്നു എന്നെ ചതിച്ചത്. അപ്പോൾ എനിവേയ്സ്, കാര്യത്തിലേക്ക് വരാം. യൂട്യൂബേഴ്സായിട്ടുള്ള നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ പറഞ്ഞ സാധനം വാങ്ങി ഉപയോഗിച്ച് നോക്കണം. ബാക്കിയുള്ള എല്ലാ സ്റ്റാൻഡുകളെയും നിങ്ങൾ തള്ളിപ്പറഞ്ഞുകൊണ്ടായിരിക്കും ഇത് ഉപയോഗിക്കുക. ട്രാവൽ വ്ളോഗൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ബെസ്റ്റ് സാധനമാണിത്. അപ്പോൾ യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. ബേസിക്കായിട്ടുള്ള സാധനം കിട്ടിയാൽ മതി. 25,000, 30,000, 40,000 വേണ്ട. വെറും 2,500 3,000 ഞാൻ വാങ്ങുമ്പോൾ ഏകദേശം 4,000 സംതിങ്, ഓൾമോസ്റ്റ് 5,000 തന്നെയായിരുന്നു അതിൻ്റെ വില വിത്ത് ഓഫർ. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ വില 5,999 രൂപയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ പിന്നെ ഇത് വാങ്ങാം. ഇത് യൂസ് ചെയ്താകുമ്പോൾ നിങ്ങൾ പഠിച്ചോളും എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അല്ല, ഒറ്റയടിക്കാനും നിങ്ങൾക്ക് എല്ലാം പഠിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് നോക്കി പഠിച്ചെടുക്കാവുന്നതാണ്. അത്രമാത്രം വീഡിയോസ് ഇതിനെക്കുറിച്ചിട്ട് ഉണ്ട്.
അപ്പോൾ ഇത് വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുപ്പത്ത് അത് ബജറ്റിനനുസരിച്ചിട്ടുള്ള ഗിംബൽസ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്ക് കൊടുക്കാം. അത് വെച്ചിട്ട് തന്നെ വാങ്ങണമെന്നൊന്നുമില്ല. അത് നിങ്ങൾ കണ്ടു വെച്ചിട്ട് പിന്നെ മറ്റേ ആമസോണിൽ പോയിട്ട് അതിൻ്റെ പേര് ടൈപ്പ് ചെയ്തിട്ട് അടിച്ചു കൊടുത്താലും മതി. ചില ആൾക്ക് ചിലപ്പോൾ വിചാരിക്കും എന്നിട്ട് നീ കുറച്ച് പൈസ ഉണ്ടാക്കുന്നത് തന്നെ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതൊന്നുമല്ല, എനിക്ക് പൈസ ഒന്നും വേണ്ട. അപ്പോൾ എനിവേയ്സ് എനിക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. തരാം.